വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന സിവിൽ എക്സൈസ് ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ജനറൽ PSC എക്സാം എഴുതുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ബെബ്കോ LD പോലെയുള്ള LGS പോലെയുള്ള എക്സാം എഴുതുന്നവരും കൂടെ ഇതെല്ലാം പഠിക്കുക കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, ജനറൽ നോളജ് അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് മുഴുവനും കണ്ട് പഠിച്ച ശേഷം എല്ലാവരും ആ ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ടുള്ള ഉത്തരവും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3. ശരിയായ പ്രസ്താവനകൾ: കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിള തോട്ടം ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിള തോട്ടം ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു. താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 2, 3. ശരിയായ പ്രസ്താവനകൾ: 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ: 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റേത്? ഓപ്ഷൻ സി 1, 3. തെറ്റായ പ്രസ്താവനകൾ വായിക്കുന്നില്ല, ശരിയായ പ്രസ്താവന വായിക്കാൻ കേട്ടോ. ശരിയായ പ്രസ്താവന ഇതാണ്, രണ്ടാമത്തത്. ശരിയായ പ്രസ്താവന: ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. ഈ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയാണ് ഇവിടുത്തെ രണ്ടാമത്തെ പ്രസ്താവന. അതായത് ശരിയായ പ്രസ്താവനയാണ് ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. താഴെ കാണിച്ചവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 3. ശരിയായ പ്രസ്താവനകൾ: സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: യുനിസെഫിന്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസലാണ്. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം. താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: യുനിസെഫിന്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസലാണ്. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം. നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ഇമ്മാനുവൽ കാന്റ്. നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഇമ്മാനുവൽ കാന്റ്. പി ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? ഓപ്ഷൻ ബി 130 ഡിഗ്രി മുതൽ 142 ഡിഗ്രി വരെ.
പി ഭൂകമ്പ തരംഗത്തിൻ്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? 103 ഡിഗ്രി മുതൽ 142 ഡിഗ്രി വരെ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹം ഏത്? ഓപ്ഷൻ സി കാലിഫോർണിയ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹം കാലിഫോർണിയ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഗൾഫ് സ്ട്രീം, ലാബ്രഡോർ, കാനറീസ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന സമുദ്രജല പ്രവാഹങ്ങൾ. ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഓപ്ഷൻ ബി മഹാബലേശ്വർ. ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? മഹാബലേശ്വർ. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം. ഓപ്ഷൻ സി ചാന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ചാന്ദ്രയാൻ 3. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതൊക്കെയാണ്? വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഒന്ന് കൃഷി, 2 ഖനനവും പാറവെട്ടും, 3 ഉൽപ്പന്ന നിർമ്മാണം, 4 വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, 5 നിർമ്മാണ പ്രവർത്തനങ്ങൾ, 6 വ്യാപാരം, 7 ഗതാഗതവും സംഭരണവും, 8 സേവനങ്ങൾ. മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനത്തിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിച്ച പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളൊന്നും യോജിച്ചതല്ല കേട്ടോ. ഓക്കെ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിക്കുന്ന പ്രസ്താവനകളാണ്: ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു, ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി, ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതിൽ യോജിക്കുന്ന പ്രസ്താവനകൾ പ്രത്യേകം പഠിക്കുക. പുറംപണി കരാർ ഔട്ട്സോഴ്സിംഗ് നവസാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഏത് നയത്തിൻ്റെ പരിണിത ഫലമാണ്? ഓപ്ഷൻ എ ആഗോളവൽക്കരണം. പുറംപണി കരാർ ഔട്ട്സോഴ്സിംഗ് നവസാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഏത് നയത്തിൻ്റെ പരിണിത ഫലമാണ്? ആഗോളവൽക്കരണം. അന്ത്യോദയ അന്നയോജന നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 25 ഡിസംബർ 2000. അന്ത്യോദയ അന്നയോജന നിലവിൽ വന്ന വർഷം 25 ഡിസംബർ 2000. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ നിയമ ഉപദേശകൻ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ നിയമ ഉപദേശകൻ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വകുപ്പ് 43. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക. വകുപ്പ് 44. ഗോവധം നിരോധിക്കുക. വകുപ്പ് 48. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും. വകുപ്പ് 51. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക.
കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക വകുപ്പ് 43. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക വകുപ്പ് 44. ഗോവധം നിരോധിക്കുക വകുപ്പ് 48. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വകുപ്പ് 51. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് വായിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 4. തെറ്റായ പ്രസ്താവന: ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ കേരള ഗവർണറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ 22ാമത് ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് 2019 സെപ്റ്റംബറിലാണ്. ഓക്കെ, അപ്പോൾ ഇത് കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ, അതായത് നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. ഓർത്ത് വെച്ചോണം, നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. ഓക്കെ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 2. ശരിയായ പ്രസ്താവനകൾ: ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏവ? ഓപ്ഷൻ സി എ, ബി, ഡി. വിവാഹവും വിവാഹമോചനവും, ട്രസ്റ്റും ട്രസ്റ്റികളും, കാർഡുകൾ, കുടുംബാസൂത്രണം. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽ പെട്ട വിഷയങ്ങൾ: വിവാഹവും വിവാഹമോചനവും, ട്രസ്റ്റും ട്രസ്റ്റികളും, കാർഡുകൾ, കുടുംബാസൂത്രണം. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 4. തെറ്റായ പ്രസ്താവന: ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ NK സിംഗ് ആണ്. ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ KC നിയോഗി ആയിരുന്നു. ഭരണഘടനയുടെ 280ാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പ്രത്യേകം ഓർത്തുവെക്കുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ KPSCയുടെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ, ഡി, എം ഗംഗാധരക്കുറുപ്പ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSCയുടെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തി ആരാണ്? എം ഗംഗാധരക്കുറുപ്പ്. KPSC കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള വ്യക്തികളാണ് VK വേലായുധൻ, PT ചാക്കോ, MK സക്കീർ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള വ്യക്തികൾ. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 2, 3. ശരിയായ പ്രസ്താവനകളെ വായിക്കുന്നുള്ളേ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ് 1, 4. കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1956 നവംബർ 1-നാണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയായിരുന്നു. അപ്പോൾ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1956 നവംബർ 1-നാണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയായിരുന്നു. ഡോക്ടർ M കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ സി 1, 3, 4. ശരിയായ പ്രസ്താവനകൾ: അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിര്. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. 2023 ഡിസംബർ 3-ന് അദ്ദേഹം മരണമടഞ്ഞു. ഡോക്ടർ M കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ:
അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിര്. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. 2023 ഡിസംബർ 3 അദ്ദേഹം മരണമടഞ്ഞു. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയ മാർഗമാണ്? ഓപ്ഷൻ സി ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയ മാർഗമാണ്? ടൈഫോയിഡ്. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി അതിൽ പ്രോട്ടീൻ ഇല്ല. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന അതിൽ പ്രോട്ടീൻ ഇല്ല. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് അയൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ 100 മില്ലി രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം വരെ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. അപ്പോൾ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ പ്രത്യേകം പഠിച്ചു വയ്ക്കുക കേട്ടോ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഇൻസുലിന്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ ഡി മൈക്രോ RNA. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? മൈക്രോ RNA. പുരസ്കാരങ്ങളുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2-3 വീഡിയോസ് ചാനലിലുണ്ട്. അതിൽ നോബൽ പ്രൈസ് 2025 നോബൽ പ്രൈസിൻ്റെ സ്പെഷ്യൽ വീഡിയോ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം പോയി കണ്ട് പഠിക്കണം കേട്ടോ. പുരസ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 2025 ലോകത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും എല്ലാ പുരസ്കാരങ്ങളുടെ ഒരു വീഡിയോ ഒന്നിച്ചുള്ളതുണ്ട്. അതുകൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം കൂടി ഒരു വീഡിയോ ഉണ്ട്. അതുകൂടാതെ ഇവിടെ നോബൽ പുരസ്കാരം അതിൻ്റെ ഒരു സിംഗിൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. പിന്നെ ഈ ലോകം ഇന്ത്യയും കേരളവും പറഞ്ഞല്ലോ, അതിനകത്തും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി എല്ലാ പുരസ്കാരങ്ങളും പഠിക്കണം കേട്ടോ. പുരസ്കാരമൊക്കെ PSC സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും ചോദിക്കും, നോബൽ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങൾ, പുരസ്കാരങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ചോദിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ്? ഓപ്ഷൻ സി സമയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ്? സമയം. ഒരു വസ്തു അതിൻ്റെ തുലനാവസ്ഥയിലെ ആകെ ബലം. ഓപ്ഷൻ എ 0. ഒരു വസ്തു അതിൻ്റെ തുലനാവസ്ഥയിൽ ആകെ ബലം 0. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം. ഓപ്ഷൻ ബി ഒഡീസിയസ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. താഴെ പറയുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരം അല്ലാത്തതേത്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ പറയുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരം അല്ലാത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ പറയുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് ഗ്രാഫൈറ്റ്, ഫുള്ളറിന്, ഡയമണ്ട്. താഴെ പറയുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഗ്രാഫൈറ്റ്, ഫുള്ളറിന്, ഡയമണ്ട്. അക്വാറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും. അക്വാറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും. ഒരു ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി 7. ഒരു ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം എത്രയാണ്? 7 ആണ്. കർണശപഥം ആട്ടക്കഥ രചിച്ചത് ആര്? ഓപ്ഷൻ സി മാലി. കർണശപഥം ആട്ടക്കഥ രചിച്ചത് ആരാണ്? മാലി. പുഞ്ചിരിഹാ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം വൈലോപ്പള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻ ബി കുടിയൊഴിക്കൽ. പുഞ്ചിരിഹാ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം വൈലോപ്പള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണ്? കുടിയൊഴിക്കൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 6. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഓർത്തു വെച്ചോണം, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അതുപോലെ നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം.
നിലവിലെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൗമൻ സെൻ. അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത്. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? ഓപ്ഷൻ ഡി, രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏതാണ്? രാംനാഥ് കോവിന്ദ്